ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 2024 അവസാനത്തോടുകൂടി ഇതാ PSCയുടെ മാലപ്പടക്കം എന്നുള്ള രീതിയിൽ ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വലിയ വലിയ നോട്ടിഫിക്കേഷനുകൾ വന്നിരിക്കുകയാണ്. 2025 നിങ്ങളുടെ ഓരോരുത്തരുടെയും വർഷമാണ്. 2025 കഴിഞ്ഞ് 2026 ആവുമ്പോഴത്തേക്കും നിങ്ങൾ ഓരോരുത്തരും സർക്കാർ സർവീസിൽ കയറട്ടെ എന്ന ആശംസയോട് കൂടിയിട്ട് ഏതെല്ലാം നോട്ടിഫിക്കേഷനുകൾ വന്നു എന്ന് നമുക്ക് പതുക്കെ പരിശോധിക്കാം. ഒന്ന്, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ്. നിങ്ങൾ മറക്കാതെ എത്രയും പെട്ടെന്ന് അവസാന ദിവസത്തേക്ക് നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ജനുവരി 29 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾ അടുത്ത ദിവസങ്ങളായി തന്നെ പ്രൊഫൈലിൽ വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇപ്പോഴേ പ്രൊഫൈലിൽ ലഭ്യമാണ്. ആംഡ് വിഭാഗവും ഓപ്പൺ മാർക്കറ്റും അങ്ങനെ രണ്ട് തരത്തിലുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ട്. രണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് നോക്കി എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് പോലെയുള്ള സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ. ഇതിന്റെ രണ്ടിന്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇനി 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ASMന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. HSA ഹൈസ്കൂൾ ടീച്ചറായിട്ടുള്ള HSAയുടെ നോട്ടിഫിക്കേഷൻ ഇതാ വന്നിട്ടുണ്ട്. IRB കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ സെക്രട്ടേറിയറ്റിൽ തന്നെ ലീഗൽ വിഭാഗത്തിലുള്ള ലീഗൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ, LLB ഉള്ളവർക്കുള്ള ലീഗൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പറ്റം നോട്ടിഫിക്കേഷനുകൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രാറ്റജിക്കലി പഠിക്കുക എന്നുള്ളതാണ്. അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. കൃത്യമായ പഠനം. നമ്മൾ അവസാന റാങ്കുകളിൽ എത്തിയിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് റാങ്ക് ലിസ്റ്റിലെ ആദ്യ ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തണം. എങ്ങനെ ആദ്യ ഭാഗങ്ങളിലെത്താം? ലക്ഷക്കണക്കിന് ആൾക്കാർ പരീക്ഷ എഴുതുന്നുണ്ട് അല്ലേ? വർഷങ്ങളായി പഠിച്ചവരുണ്ട്, ആദ്യമായി പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരുണ്ട്. എല്ലാവർക്കും ഒരുപോലെ റാങ്ക് ലിസ്റ്റിൽ എത്തുകയും ജോലി നേടുകയും ചെയ്യാം. എങ്ങനെ ചെയ്യാം? അതിന് സ്ട്രാറ്റജി വേണം, കൃത്യമായ സ്ട്രാറ്റജി. അല്ലാതെ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇന്ന് ടെലഗ്രാമിലും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും, ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ കിട്ടും. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് അല്ലാതെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്കൊരു പക്ഷേ റാങ്ക് ലിസ്റ്റിന്റെ അടുത്ത് ചിലപ്പോൾ എത്തിയേക്കാം, കട്ട് ഓഫിനോട് അടുത്ത് എത്തിയേക്കാം, ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കടന്നേക്കാം. എങ്കിൽ കൂടിയും ജോലി കിട്ടുന്ന തരത്തിൽ ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്താൻ നിങ്ങൾ ചിലപ്പോൾ മാറിപ്പോയേക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് വേണം? കൃത്യമായ ഒരു മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം. അത് അഡ്ഹോക്ക് ലേണിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. സാമ്പത്തികമാണ് പ്രശ്നമെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് ഫീസ് പറയാം. വളരെ ചുരുങ്ങിയ ഫീസാണ്, 999 രൂപ മാത്രമാണ് അപ് ടു എക്സാം ഈ കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെലവാക്കുന്നത്. ഇതിൽ എന്തെല്ലാം ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയിട്ടുള്ള 100 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ്. 4 ദിവസം നിങ്ങൾക്ക് കണ്ടന്റുകൾ തരും, 5ാമത്തെ ദിവസം റിവിഷൻ, വീണ്ടും 4 ദിവസം പഠിപ്പിക്കുന്നു, 5ാമത്തെ ദിവസം റിവിഷൻ. കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ഇതിനകത്ത് PDF നോട്ടുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വൊക്കാബുലറികൾ, കറണ്ട് അഫയേഴ്സ്, അത് തുടങ്ങിയിട്ടുള്ള സ്ലൈഡുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ജോലി നേടാൻ വേണ്ട, ക്രാക്ക് ചെയ്യാൻ വേണ്ട, പ്രിലിംസിന്റെ ക്രാഷ് ബാച്ച് ആണിത്. പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. ഡെയിലി റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഓരോ 5 ദിവസം കൂടുമ്പോഴും ആ ഒരു 4 ദിവസത്തെ ഭാഗത്തു നിന്നുള്ള ഒരു റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. 20ഓളം മോഡൽ എക്സാമുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലഭ്യമായിട്ട് കിട്ടും. 20ഓളം മോഡൽ എക്സാമുകളുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത് തന്നെ ഡേ വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും പഠിക്കാം. ഇത് നമ്മൾ ഡേ വൈസ് തിരിച്ചിട്ടാണ് 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ കണ്ടന്റുകൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസിൽ കിട്ടും. നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാത്രം എടുത്ത് പഠിക്കാം. മലയാളമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ മലയാളം പഠിക്കാം. മാത്സ് ആണ് പ്രശ്നമെങ്കിൽ മാത്സ് പഠിക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ക്രമീകരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സോ അധികം വൈകണ്ട. ഇനി നിങ്ങൾ ഓരോരുത്തരും ചെലവഴിക്കുന്ന അനാവശ്യ സമയങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കിട്ടുന്ന ഓരോ മിനിറ്റുകളും നിങ്ങളുടെ റാങ്കിലേക്കുള്ള കുതിപ്പിനായിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോകണം. ഇതൊരു റേസ് ആണ്, ഇതൊരു കോമ്പറ്റീഷൻ ആണ്. ആ കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ വേണം നമ്മൾ പോകാനായിട്ട്. 4-5 മാസങ്ങൾ മാത്രമായിരിക്കും നമുക്ക് സമയം കിട്ടുക. ആ ഒരു 4-5 മാസം കൊണ്ട് നമ്മൾ ആദ്യ റാങ്കുകളിലേക്ക്, ആദ്യ മാർക്കുകളിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കഠിന പ്രയത്നവും നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഉറങ്ങിക്കെടുക്കുവാനോ നമുക്ക് സ്ലോ ആവാനോ സമയമില്ല. നമ്മൾ ഇനി ഫാസ്റ്റ് പേസ്ഡ് ആയിരിക്കണം. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ കയറുന്ന ദിവസം, അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്ന ദിവസം സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കണം ഓരോ ദിവസവും എണീക്കാനായിട്ട്. സോ ഓൾ ദി ബെസ്റ്റ്. ഇനി വരുന്ന വർഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.